ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്കൊരു ചാറുകറി വെക്കാവേ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇന്ന് ഇലിമ്പിക്കാൻ മാത്രം മതി നമുക്ക് നല്ല സൂപ്പർ ചാറുകറി വെച്ചെടുക്കാൻ വേണ്ടി. മോരുകറി പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഞാനൊരു 5 എണ്ണ പറിക്കുന്നുള്ളേ. ആവശ്യമുള്ളത് പറിച്ചാൽ മതിയല്ലോ. ഇതുകൊണ്ട് ഇനി നമുക്ക് വേറെ ഓരോരോ കാര്യങ്ങൾ ചെയ്തെടുക്കാം. അച്ചാറുണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഒരു 4, 5 പേരൊക്കെയുള്ള വീട്ടിലൊരു ചാറ് വയ്ക്കാൻ വേണ്ടി 5 ഇലിമ്പിക്കാൻ മതി വലുതാണെങ്കിൽ. ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കുമേ. ഇതുപോലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തേച്ച് വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞ് കാണുന്ന കുരു അങ്ങ് കളഞ്ഞേക്കണം. ഇതിൻ്റെ അകത്ത് ഒരു വെള്ള കളറിലൊരു കുരു ഉണ്ടല്ലോ, അതിവിടെ കിടക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ അത് കളയണമെന്ന് നല്ലതാണെന്ന് പറഞ്ഞതേ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇരിമ്പിക്കായ്ക്കകത്ത് ഹാർഡായിട്ടുള്ള ഭാഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ വെള്ളം വറ്റുമ്പോൾ തന്നെ ഇതങ്ങോട്ട് അലിന്ന് വരുവേ. ഇലിമ്പിക്കാന്നൊന്നും അറിയത്ത് പോലുമില്ല, നല്ല ഫൈനായിട്ട് തന്നെ അങ്ങോട്ട് അലിന്ന് പൊക്കോളും കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ, കരിയാപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം തന്നെ അരയ്ക്കണം കേട്ടോ. ഇതിനകത്തു നിന്നൊന്നും മാറ്റാനില്ലേ. ഇനിയിപ്പോൾ നമുക്ക് കാന്താരിമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരച്ചാൽ മതി കേട്ടോ. പക്ഷേ മുളക് പൊടി ഇട്ടുണ്ടാക്കിയാൽ നമ്മൾ ഉദ്ദേശിച്ച രുചിയൊന്നും കിട്ടുകയില്ല. മോരുകറിയാണെന്നൊന്നും തോന്നത്തില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ അരച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് നല്ലപോലെ വെള്ളം വറ്റിയപ്പോൾ തന്നെ ഇത് വെന്തു. തിളയ്ക്കുമ്പോൾ തന്നെ വേഗം. പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കുന്ന കേട്ടോ. ഇനി അത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തേച്ച് നമ്മുടെ അരപ്പും കൂടി ഒഴിച്ച് നമ്മൾ ഇളക്കി തിളപ്പിക്കണം കേട്ടോ. നമ്മൾ മോരുകറി എങ്ങനെയല്ലേ തിളപ്പിച്ചെടുക്കുന്നത്, ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും നല്ല റെഡി ആയെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മളത് വേറെ പാത്രത്തിലോട്ട് മാറ്റണം. ഇത് അലുമിനിയം പാത്രം ആയതുകൊണ്ട് ഈ ഇലിമ്പിക്കായ്ക്കൊക്കെ എന്തോ കെമിക്കൽ റിയാക്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ കളറ് മാറുവേ. ചില സ്റ്റീൽ പാത്രവും പോകും കേട്ടോ. എനിക്കിങ്ങനെ കുറേ പാത്രമൊക്കെ പോകുന്നത്, നമ്മളെല്ലാ സീസണിലും ഇതിടുത്ത് ഓരോന്ന് കാണിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കളറ് മാറി. അത് വെച്ചുകൊണ്ടിരിക്കല്ലേ, ഇളക്കി തന്നെ. ഇത് കണ്ടോ, മോരുകറി പോലെ തന്നെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നവർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് മോരാന്ന് അവർ വിചാരിക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ അറിയത്തില്ല കേട്ടോ. പിന്നെ കടുക് വറുത്ത് ചേർക്കണേ, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും. പിന്നെ എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം ഇച്ചിരി ഉലുവായും കൂടെ പൊട്ടിച്ചേക്കണേ. മോരുകറി നമ്മൾ അങ്ങനെയല്ലേ വെക്കുന്നത്, അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും തന്നെ ഒത്തിരി പേരും ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ലോങ് വീഡിയോ ഒന്നും ആരും കാണുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം. ഇലിമ്പിക്കയൊക്കെ ആരും ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയത്തില്ലാത്തവരും ഉണ്ടെന്ന് തോന്നി. ഞാൻ ചിലപ്പോഴൊക്കെ പറയുമ്പം ഇങ്ങനെ ചാറ് വെക്കാവോ എന്നൊക്കെ ചോദിക്കും. എന്നാ കറി എന്നൊക്കെ ചോദിക്കുമല്ലോ. അന്നേരം നമ്മൾ പറയുമ്പം ചോദിക്കും. ഇന്ന് നമ്മുടെ വഴുതനങ്ങ തോരൻ വെച്ചു, നമ്മുടെ തന്നെ ചീര പറിച്ച് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇലിമ്പിക്ക കറി, പിന്നെ നന്ദുവിന് സ്പെഷ്യല് സോയാബോൾ ഫ്രൈ. ഇന്ന് ഇത്രേ ഉള്ളൂ, ഇന്നുണ്ടാക്കിയ കറി ഇത്രേ ഉള്ളേ. അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.